IMDbയുടെ ടോപ്പ് 250 മൂവീസിൻ്റെ ലിസ്റ്റിൽ 18 വർഷമായി ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് ദ ഷോഷാങ്ക് റിഡംപ്ഷൻ. ഫ്രാങ്ക് ഡറബോണ്ടിൻ്റെ മോഡേൺ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമയ്ക്ക് ലോകത്താകമാനമുള്ളത് വലിയ ഫാൻ ബേസാണ്. ഏകദേശം 25 മില്യൺ ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ ദയനീയ പ്രകടനമാണ് നടത്തിയത്. പിന്നീടെത്തിയ റീ റിലീസുകളിൽ ചിത്രം വലിയ കളക്ഷൻ സ്വന്തമാക്കിയെങ്കിലും ഇനീഷ്യൽ റണ്ണിൽ കഷ്ടിച്ച് ബജറ്റിനടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് നേടാനായത്. ഇതേ അവസ്ഥയായിരുന്നു ഡേവിഡ് ഫിഞ്ചർ ബ്രാഡ് പിറ്റ് കൂട്ടുകെട്ടിലെത്തിയ ഫൈറ്റ് ക്ലബിൻ്റെയും. $63 മില്യൺ ബജറ്റിലെത്തിയ സിനിമയുടെ ഓപ്പണിംഗ് വെറും 11 മില്യൺ ആയിരുന്നു. ക്രിട്ടിക്സിൽ നിന്ന് നെഗറ്റീവ് കിട്ടിയതോടെ സിനിമ പ്രതീക്ഷിച്ചത്ര ലാഭം നേടാതെ കളം വിട്ടു. ഇത്തരത്തിൽ ഇന്ന് കൾട്ട് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന ഒട്ടനവധി സിനിമകളാണ് തിയേറ്റർ റിലീസിന് പിന്നാലെ ദയനീയമായി തകർന്നു വീണിട്ടുള്ളത്. ഹോളിവുഡ് മുതൽ മോളിവുഡ് വരെ ആ ലിസ്റ്റ് നീളുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സിനിമകളെന്നും അവ പരാജയപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെന്നും നോക്കാം. ഷോഷാങ്ക് റിഡംപ്ഷൻ $28 മില്യൺ ആഗോളതലത്തിൽ സ്വന്തമാക്കിയത്. ബജറ്റിനേക്കാൾ 3 മില്യൺ മാത്രം അധികം. ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡ്രാമ സിനിമകളിൽ ഒന്ന് എന്തുകൊണ്ട് ഈ തകർച്ച നേടിയെന്ന് അന്വേഷിച്ചാൽ ചെല്ലുക വേറെ 2 ഐക്കോണിക് സിനിമകളിലേക്കാണ്. ടോം ഹാങ്ക്സിന്റെ ഫോറസ്റ്റ് ഗംപും ടാരന്റീനോയുടെ പൾപ്പ് ഫിക്ഷനും. ഈ 3 സിനിമകളും അടുത്തടുത്ത മാസങ്ങളിലാണ് റിലീസായതെന്നതും അവയുടെ ഗംഭീര ഹിറ്റ് സ്റ്റാറ്റസും ലോങ് റണ്ണുമെല്ലാം ടിം റോബിൻസ് മോർഗൻ ഫ്രീമാൻ ചിത്രത്തെ സാരമായി ബാധിച്ചു. മാർക്കറ്റിംഗിലെ പോരായ്മകളും മറ്റൊരു കാരണമായി. ഇമോഷണൽ വെയിറ്റേജ് ഉള്ളപ്പോഴും കൊമേഴ്ഷ്യൽ ഹുക്ക് നൽകാതെ പോയതുമെല്ലാം കളക്ഷൻ കുറയാനുള്ള കാരണങ്ങളാണ്. ഫൈറ്റ് ക്ലബിന്റെ കാര്യമെടുത്താൽ 100 മില്യൺ സ്വന്തമാക്കിയെങ്കിലും ലാഭം വളരെ കുറവായിരുന്നു. ലഭിച്ച 37 മില്യൺ പ്രോഫിറ്റിൽ മാർക്കറ്റിംഗിന്റെ പണം കൂടി കുറച്ചതാണ് ചിത്രത്തിന്റെ യഥാർത്ഥ ലാഭം. ഡേവിഡ് ഫിഞ്ചറുടെയും ബ്രാഡ് പിറ്റിന്റെയും എഡ്വാർഡ് നോട്ടന്റെയും വരവോടെ 20 മില്യൺ ബജറ്റിട്ട ചിത്രത്തിന്റെ മുടക്ക് മുതൽ ഇരട്ടിയിലധികമായി. ഇത് നിർമ്മാതാക്കൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയടക്കം ചെയ്തിരുന്നു. എന്നാൽ ഫിഞ്ചറിന്റെ വിഷനിലായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ പല കോണിൽ നിന്നും വിമർശനങ്ങൾ വന്നു. വിചാരിച്ചത്ര പണം നേടാതെ തിയേറ്റർ വിട്ടു. എന്നാൽ DVD റിലീസാണ് ഫൈറ്റ് ക്ലബിനെ ഫാൻ ഫേവറേറ്റ് ആക്കി മാറ്റിയത്. ഇതോടെ ടൈലർ ഡർഡൻ സെൻസേഷനായി. 13 മില്യൺ DVDകളാണ് ഫൈറ്റ് ക്ലബിൻ്റെതായി വിറ്റഴിച്ചത്. സിറ്റിസൺ കെയ്ൻ സിനിമ കഥ പറയുന്ന രീതിയെ പോലും മാറ്റിമറിച്ച ഹോളിവുഡിന്റെ ഗോൾഡൻ ഏജിലെത്തിയ സിനിമ. ചിത്രം സമ്മാനിച്ച പുത്തൻ ഫിലിം മേക്കിംഗ് ടെക്നിക്കോ കൾച്ചറൽ കമന്ററിയോ കളക്ഷനായി മാറിയില്ല. 9 അക്കാഡമി അവാർഡ് നോമിനേഷനിൽ ഒരു പുരസ്കാരം ലഭിച്ച ചിത്രത്തിലൂടെ നിർമ്മാതാക്കൾക്ക് $1.5 ലക്ഷം നഷ്ടമായെന്നാണ് റിപ്പോർട്ടുകൾ. കാലത്തിന് മുന്നേ ജനിച്ച സിനിമയെന്നും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിംസ് എവർ മെയ്ഡെന്നുമൊക്കെ ഇന്ന് വാഴ്ത്തിപ്പാടുമ്പോഴും ബോക്സ് ഓഫീസിൽ ആ നേട്ടം സ്വന്തമാക്കാതെ പോയ മറ്റൊരു സിനിമയാണ് ഓർസൺ വെല്ലസിന്റെ ക്ലാസിക് സിറ്റിസൺ കെയ്ൻ. ഏകദേശം 28-30 മില്യണിലാണ് റിഡ്ലി സ്കോട്ട് 82-ൽ ബ്ലേഡ് റണ്ണർ പുറത്തിറക്കിയത്. ലോകത്ത് പറഞ്ഞ സൈഫൈ ഫിലിംസിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ആ നേട്ടം ഹാരിസൺ ഫോർഡ് നായകനായ ചിത്രത്തിന് നേടാനായില്ല. സ്റ്റീവൻ സ്പിൽബർഗിന്റെ മാസ്റ്റർ ക്ലാസ് ആയ E.T. ആയിരുന്നു അതിന് കാരണം. 27 മില്യൺ ആയിരുന്നു ചിത്രത്തിന് ഇനീഷ്യൽ റണ്ണിൽ ലഭിച്ചത്. പിന്നീട് റീ റിലീസിൽ നിന്നും വൻ കളക്ഷൻ കൊയ്തെങ്കിലും റിലീസ് സമയത്തെ നഷ്ടം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സ്റ്റുഡിയോയും റിഡ്ലി സ്കോട്ടും തമ്മിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സിനിമയുടെ ഫൈനൽ ഔട്ടിനെ ബാധിച്ചതും മറ്റൊരു കാരണമാണ്. ഇന്ത്യയിലുമുണ്ട് ഇത്തരത്തിൽ ഇന്ന് നമ്മൾ ക്ലാസിക്കായി ആരാധിക്കുകയും എന്നാൽ റിലീസ് സമയത്ത് പരാജയപ്പെടുകയും ചെയ്ത ഒട്ടേറെ സിനിമകൾ. ഷാരൂഖ് ഖാന്റെ സ്വദേശും, ലാലേട്ടന്റെ ഗുരുവും ദേവദൂതനും, കമൽഹാസന്റെ ആളവന്താനും അൻപേശവുമെല്ലാം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സിനിമകളാണ്. നമ്മൾ ഇന്ന് മോർത്തോർത്ത് ചിരിക്കുന്ന പ്രിയദർശന്റെ വെട്ടം പോലും അന്നൊരു പരാജയമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ പരാജയപ്പെടുന്ന പല സിനിമകളും ഭാവിയിൽ നമ്മൾ ആഘോഷിക്കുന്ന ക്ലാസിക്കുകളായേക്കാം.